വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തങ്കമണി. ഈ സിനിമയുടെ റിലീസിന് മുന്നേ ഇതിൽ റിയൽ ലൈഫിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഒരുപാട് ആർട്ടിക്കിളുകൾ കേട്ടിരുന്നു. അത് അധികം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കാൻ നിന്നിട്ടില്ല. കാരണം സിനിമയുടെ റിലീസിന് ശേഷം എന്താണ് അതിന്റെ സത്യത്തിൽ നടന്ന കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് വായിച്ചറിയാനായിരുന്നു താല്പര്യം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഈ സിനിമയുടെ റിലീസിന് മുന്നേ ഇതിന്റെ റിലീസിനെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റേ ഒക്കെ വെച്ചിട്ടുള്ള കുറെ ന്യൂസുകൾ കണ്ടിരുന്നു. അതുകൊണ്ട് ഈ സംഭവത്തെക്കുറിച്ചുള്ള എന്താണ് എന്നുള്ള ഒരു ഓവർവ്യൂ ഞാൻ വായിച്ചിരുന്നു. ആൻഡ് അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തിയേറ്ററിലേക്ക് പോയത്. കാരണം എന്താണ് ഉണ്ടാവുക നമുക്കറിയാം. ആൻഡ് ആ ഒരു സംഭവത്തെ അതേപോലെ റീടെല് ചെയ്യല്ല അവർ ചെയ്തേക്കണത്. അതിൽ ബാധിക്കപ്പെട്ട ആൾക്കാരുടെ ലൈഫ് എങ്ങനെ മാറി മറിഞ്ഞു, അതിന്റെ ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിലാണ് സ്റ്റോറി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇതിന്റെ സ്റ്റോറി തന്നെയാണ്. സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ തന്നെയാണ് ഒരു ഇഷ്യൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തെ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണോ അതോ പ്രസന്റിൽ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ഒരാൾ റിവെഞ്ചിന് ഇറങ്ങുന്നു എന്നുള്ള രീതിയിൽ ഒരു സ്റ്റോറി കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രസന്റ് ഡേയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് അവിടെയാണ് ശരിക്കും ഈ സിനിമയ്ക്ക് ഒരു പാളിച്ച വന്നതായിട്ട് തോന്നിയത്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ആ സംഭവത്തെ വലിയ രീതിയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാവുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് കമ്മാര സംഭവം എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ആ റിലീസിന് ശേഷം ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച ഒരു സിനിമയായിരുന്നു. കമ്മാര സംഭവത്തിൽ ഒരു വില്ലേജ്, ദിലീപ് താമസിക്കുന്ന വില്ലേജിൽ കുറെ പേരെ വീട് നശിപ്പിക്കുകയും കുറെ പേരെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരു സെനാറിയോ ഉണ്ട്. അത് ശരിക്കും സൂപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു ഭാഗമായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ തങ്കമണിയിൽ നടന്ന ആ ഇൻസിഡന്റിന്റെ ഇന്റൻസിറ്റി ശരിക്കും കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് പേരുടെ ലൈഫും അവിടെയുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് പോവാവുന്ന ഒരു സ്റ്റോറീനെ ശരിക്കും പറഞ്ഞാല് കൂട്ടിക്കുഴച്ചുകൊണ്ട് അതും ഇതും അല്ലാത്ത അവസ്ഥയായി മാറി എന്നുള്ളതാണ് പറയേണ്ടത്. ഇപ്പൊ പെർഫോമൻസിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ദിലീപിന്റെ ആബേൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ലൈഫ് എങ്ങനെ മാറി മറിയുന്നു ഈ തങ്കമണിയിലെ ഇൻസിഡന്റ് കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സിനിമ പോകുന്നത്. പക്ഷെ ദിലീപിന് കിട്ടിയ ക്യാരക്ടർ ആൾ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഒരു ഇമോഷണൽ കണക്ഷൻ അത്രത്തോളം എനിക്ക് ഇമ്പാക്ട്ഫുൾ ആയി തോന്നിയില്ല. ഇപ്പൊ മറ്റുള്ള ക്യാരക്ടേഴ്സ് ആയാലും അസീസ്, സുദേവ്, പിന്നെ സിദ്ദിഖിന്റെ ക്യാരക്ടർ ഉണ്ട്. ബട്ട് സിദ്ദിഖിന് അത്രയും ലെങ്തി ക്യാരക്ടർ അല്ല, ഡെയിലി ജസ്റ്റ് വന്ന് പോകുന്ന ക്യാരക്ടറാണ്. ആരുടെ റോള് മനോജ് കെ ജയന്റെ ക്യാരക്ടറിനൊക്കെ അത്രത്തോളം ഒരു ഇമ്പാക്ട്ഫുൾ കൊണ്ടുവരാവുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ അതൊന്നും പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാണ്ട് ഒരു ബഞ്ച് ഓഫ് ആക്ടേഴ്സിനെ കൊണ്ട് പ്ലേസ് ചെയ്ത ഒരു അവസ്ഥ തന്നെയായിരുന്നു. ആൻഡ് ഈ സിനിമയുടെ ഡയറക്ഷൻ ആയാലും ശരി, കുറെ സീനുകളിൽ എന്തിനോ വേണ്ടി കൊണ്ടുവച്ചിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ്, പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് കോമഡി ക്യാരക്ടർ അല്ല, ക്യാരക്ടർ കൊണ്ട് കോമഡിയായി മാറിയത് ഇതിൽ അർപ്പിത നാഥ് എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ ഉണ്ട്, പ്രണീത ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പല ലുക്ക് ആ ക്യാരക്ടറിന്റെ ഒരു മർഡർ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്ന ആ ഒരു ക്യാരക്ടറിന് ഇൻട്രൊഡക്ഷൻ തൊട്ട് പിന്നെ അങ്ങോട്ട് കാണുമ്പോൾ ശരിക്കും കോമഡി ആയിട്ട് തോന്നുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. അതായത് ആളുടെ നിപ്പിലും അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലും ഒക്കെ ശരിക്കും ഈ കേസ് ഇപ്പൊ അൺലോക്ക് ചെയ്യും എന്നുള്ള രീതിയിലാണ്. പക്ഷെ പിന്നീട് ആ ക്യാരക്ടറിന്റെ പ്രോഗ്രസ് കണ്ടാൽ ഭയങ്കര വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഫോർമേഷൻ ആയിരുന്നു അത്. അതായത് ആ ക്യാരക്ടർ പല ആളുടെ റിയാക്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും കോമഡി ആയി പോയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഒരു ഉദാഹരണത്തിന് ഈ സിനിമയുടെ ഒരു സീക്വൻസ് തന്നെ എടുക്കാം. ഇപ്പൊ ഫസ്റ്റ് ഹാഫിൽ ഒരു ഇന്റർവെലിനൊക്കെ കുറച്ച് മുന്നേ ആയിട്ട് ഒരു ചേസ് സീക്വൻസ് ഉണ്ട്. ഒരു കുറെ പോലീസുകാർ ചേസ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു ക്യാമറയുടെ മൂവ്മെന്റും ഒരു ടയറിന്റെ ഇടയിൽ കൂടെയുള്ള ഒരു മൂവ്മെന്റ് മൊത്തം എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനുള്ള ഒരു അവസ്ഥയായിരുന്നു. ശരിക്കും ഇങ്ങനെ റിയൽ ലൈഫിൽ നടന്നൊരു സംഭവത്തെ സിനിമയാക്കുകയാണെങ്കിൽ ശരിക്കും ഒരുപാട് ആ കാര്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അത് ബേസ് ചെയ്തിട്ടൊരു സ്റ്റോറി അവർക്ക് സെറ്റ് ചെയ്യായിരുന്നു. വെറുതെ ഈ പ്രസന്റ് ഡേ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അത് കുത്തിക്കയറ്റിക്കൊണ്ട് ഭയങ്കര രീതിയിൽ സിനിമയെ അത് ബാധിക്കുകയും ചെയ്തു. ആൻഡ് മൊത്തത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയാലും ഓവറോൾ പടം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു സീൻ സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഓവറോൾ എനിക്ക് നല്ല ഡിസപ്പോയിന്റിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തങ്കമണി. അതും അങ്ങനെയുള്ള ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ റിയൽ ലൈഫിലത്തെ കാര്യങ്ങൾ സിനിമയാകുമ്പോൾ അത്രത്തോളം എക്സ്പെക്ട് ചെയ്ത് കാണാറുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ തന്നെ ടിക്കറ്റ് എടുക്കാനും കാരണം അത് തന്നെയായിരുന്നു. കാരണം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഇപ്പൊ എനിക്ക് അങ്ങനെ റീസെന്റ് വളരെയധികം ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് പട എന്ന് പറയുന്ന സിനിമ. 2022 റിലീസായത്. പാലക്കാട് കളക്ടറേറ്റിലെ കളക്ടറിനെ ബന്ദിയാക്കി വെച്ചുകൊണ്ട് നടന്ന ഒരു സംഭവങ്ങൾ അതൊക്കെ വളരെ വെൽ എക്സിക്യൂട്ടഡ് മാനറിലായിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ ഒരു പ്രോപ്പർ സ്ക്രീൻ പ്ലേയുടെ ഒരു അഭാവവും അതുപോലെ തന്നെ ഡയറക്ഷന്റെ അഭാവവും ഒക്കെ കൊണ്ട് ഭയങ്കര ഒരു ഇഷ്യൂ തന്നെ തോന്നിയിരുന്നു. ഇപ്പോൾ ഈ ഡയറക്ടറുടെ മുമ്പത്തെ പടമായിട്ടുള്ള ഉടലായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്നു. ഇപ്പൊ സിനിമയുടെ മറ്റുള്ള സെക്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, എഡിറ്റിംഗ് എന്ന് വെച്ചാൽ സിനിമ രണ്ടര മണിക്കൂറുണ്ട്. സിനിമ 2 മണിക്കൂർ 36 മിനിറ്റ് ഉണ്ട്. പലയിടങ്ങളിലും ഈവൻ ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ കുറെ ഭാഗങ്ങൾ നല്ല വലിച്ചു നീട്ടലുണ്ടായിരുന്നു. അതൊക്കെ കുറെയൊക്കെ കട്ട് ചെയ്ത് കളയായിരുന്നു എന്ന് തോന്നി. ആൻഡ് സിനിമാറ്റോഗ്രാഫി ഇപ്പൊ മനോജ് പിള്ളയാണ് ചെയ്തിട്ടുള്ളത്.
വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല പടത്തിന്റെ സിനിമാറ്റോഗ്രഫിക്ക് ആണെങ്കിലും. അപ്പൊ മ്യൂസിക്കിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഫ്ലാഷ് ബാക്കിൽ ചില ഭാഗങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള ചില സംഭവങ്ങൾ കൊള്ളായിരുന്നു എന്നുള്ളതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും അത്ര വലിയൊരു ഇമ്പാക്ട് പടത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഓവറോൾ ഡിസപ്പോയിന്റിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തങ്കമണി. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം? പടം കണ്ടവർ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.